ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സപ്തസ്വരങ്ങൾ പാടേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, നമ്മൾ ഇവിടെ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ബേസ് പഠിക്കുന്ന രാഗം എന്ന് പറയുന്നത് മായാമാളവഗൗളിയാണ്. കൂടുതൽ തിയററ്റിക് എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പോകുന്നില്ല, ജസ്റ്റ് നമുക്ക് ലെസണിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ടോട്ടലി 7 സ്വരങ്ങളാണ് ഉള്ളത്, സപ്തസ്വരങ്ങൾ. എങ്ങനെയാണ് പാടേണ്ടതെന്നുള്ളത് നോക്കാം. സാ രി ഗ മ പ ധ നീ സ. നമ്മളിപ്പോൾ ആരോഹണം കഴിഞ്ഞു, ഇനി അവരോഹണം. സാ നീ ധ പ മ ഗ രി സ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പാടിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഓരോ സ്വരം പാടുമ്പോഴും ഓരോ ബീറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിനെയാണ് ഒരു ബീറ്റിൽ നമ്മൾ ഒരു സ്വരം വെച്ചിട്ട് പാടുകയാണെങ്കിൽ അതിനെ ഒന്നാം കാലം എന്ന് പറയും. ഫസ്റ്റ് സ്പീഡ് അല്ലെങ്കിൽ ഒന്നാം കാലം എന്ന് പറയും. സ്ലോ ആയിട്ട് നമ്മൾ പാടിപ്പോയി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ടാം കാലം ഉണ്ട്. രണ്ടാം കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീറ്റിൽ 2 സ്വരം വെച്ചിട്ട് നമ്മൾ പാടണം. എങ്ങനെയാണ് പാടുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സരി, കണ്ടോ, ഗമ പധ നീ സ സാ നീ ധ പ മ ഗ രി സ. ഇതാണ് രണ്ടാം കാലം. ഇനി മൂന്നാം കാലം എന്ന് പറഞ്ഞാൽ ഒരടിയിൽ 4 സ്വരം വരണം. സരി ഗമ പധ നീ സ സാ നീ ധ പ മ ഗ രി സ. സരി ഗമ പധ നീ സ സാ നീ ധ പ മ ഗ രി സ. ഇപ്പൊ കണ്ടോ, നമ്മൾ ഒരു ബീറ്റ് ഇട്ടപ്പോൾ അവിടെ 4 സ്വരം വെച്ചിട്ടാണ് പാടിയിട്ടുള്ളത്. ഇനി നമുക്ക് നാലാം കാലം ഉണ്ട്. നാലാം കാലം എന്ന് പറഞ്ഞാൽ ഒരു ബീറ്റിൽ 8 സ്വരം പാടണം. അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. സരി ഗമ പധ നീ സ സാ നീ ധ പ മ ഗ രി സ. കണ്ടോ, 8 നമ്മൾ പാടി. ഇനി വീണ്ടും സരി ഗമ പധ നീ സ സാ നീ ധ പ മ ഗ രി സ. സരി ഗമ പധ നീ സ സാ നീ ധ പ മ ഗ രി സ. സരി ഗമ പധ നീ സ സാ നീ ധ പ മ ഗ രി സ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ബീറ്റും ഇവിടെ വന്ന് നിന്നപ്പോൾ തന്നെ നമ്മുടെ അവരോഹണം കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇട്ട ഒരു താളം എന്ന് പറയുന്നത് ആദി താളമാണ്. അപ്പോൾ ആദി താളം നമ്മൾ 1 2 3 4 5 6 7 8. അപ്പോൾ 8 ബീറ്റാണത്. അപ്പോൾ 8 ബീറ്റ് കഴിയുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം? പാടിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ് നാലാം കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സപ്തസ്വരങ്ങൾ ഒന്നാം കാലം, രണ്ടാം കാലം, 3, 4 കാലങ്ങൾ പാടേണ്ടത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ കാണാം. താങ്ക് യു.